ആകാശത്തിന് മുകളിലുള്ള വെള്ളം. ആ വെള്ളത്തിൽ കൂടെയാണ് സൂര്യപ്രകാശം കടന്നു വരുവാൻ ഇടയായിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന ആ സമയത്ത് ദൈവം അവനെ ആക്കി വെച്ചതായിരിക്കുന്ന അവസ്ഥ എത്ര ശ്രേഷ്ഠമെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എത്ര ചിന്തിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു രീതിയിൽ ഞാനൊന്ന് ചിന്തിക്കുക, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, അന്നത്തെ ലോകത്തിൽ ആദം ജീവിക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു നല്ല എയർ കണ്ടീഷൻ കീഴിൽ ആദമിന് ജീവിക്കാമായിരുന്നു. അതായിരുന്നു അന്നത്തെ ഭൂമിയുടെ അവസ്ഥ. 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് കടന്നു വരിക. സൂര്യന്റെ വെളിച്ചം കൂടി 7 മടങ്ങായിട്ട് കൂടി. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയായി. പ്രകാശം അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആകാശത്തില് മാറ്റങ്ങൾ കടന്നു വരിക. എങ്ങനെ ആ മാറ്റങ്ങൾ കടന്നു വരും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് സൂര്യനും ചന്ദ്രനും ഉള്ളതുപോലെ തന്നെ അന്നുമുണ്ട് സൂര്യനും ചന്ദ്രനും. പക്ഷെങ്കിൽ അന്നത്തെ സൂര്യന്റെ ചന്ദ്രന്റെ പ്രത്യേകത ഇന്നത്തേതല്ല. പിന്നെയോ ഇന്നത്തിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഭൂമിയിൽ വസിക്കുന്നവര് അറിയാതെ വണ്ണം സ്വർഗസ്ഥനാർക്ക് ദൈവം ഒരു കാര്യം ചെയ്തു, ഒരു വിധാനം. അനുസരണക്കേടൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അനുസരിക്കുവാനുള്ളൊരു താല്പര്യം, ഒരു മനസ്സ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെ ദൈവം നടത്തുന്ന വിധങ്ങൾ ഒരു മനുഷ്യന് പോലും വർണ്ണിക്കുവാൻ സാധ്യമല്ല.